ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്നൊരു കോമഡി ഡ്രാമ കൊറിയൻ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരാണിന് തന്റെ ജീവിതത്തിലുണ്ടാവുന്ന ചെറിയൊരു ഭാഗപ്പിഴ കൊണ്ട് ജോലിയും കൂലിയും നഷ്ടമായി. അവന് മുന്നോട്ട് ജീവിച്ചു പോകണമെങ്കിൽ, അവൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്യണമെങ്കിൽ സ്ത്രീ വേഷം കെട്ടാതെ വേറെ വഴിയില്ല. അങ്ങനെ ഒരു പൈലറ്റ് ഫീമെയിൽ പൈലറ്റായി മാറി നാട്ടുകാരെയും കമ്പനിക്കാരെയും യാത്രക്കാരെയും പറ്റിക്കാൻ ശ്രമിക്കുന്ന കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ രസകരമായൊരു കോമഡി മൂവിയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഈ പൈലറ്റ് എന്ന ചിത്രം. എന്നാ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കാണാം. പോടാ കൂളൻ, അവൻ്റെ ഒരു കൊഞ്ചിക്കൽ. സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ അത്യാവശ്യം പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരു വിമാന ഡ്രൈവർ, അദ്ദേഹത്തിന്റെ പേരാണ് ഹാങ് ജംഗ്ബോ. പുള്ളിക്കാരൻ സുന്ദരനും സുമുഖനും നല്ലൊരു പൈലറ്റുമാണ്. അതുകൊണ്ട് തന്നെ വിമാന കമ്പനികൾക്കിടയിലും യാത്രക്കാർക്കിടയിലും ആളൊരു ചെറിയ സെലിബ്രിറ്റിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില പൈലറ്റുമാര് ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ ഇടില്ലേ, അവരെ ദൈനംദിന ദാരിദ്ര്യ ജീവിതമൊക്കെ കാണിച്ചിട്ട്, അതുപോലൊരു സെലിബ്രിറ്റി പൈലറ്റാണ് ഈ ഹാങ് ജംഗ്ബോ. എനിക്ക് പൈലറ്റുമാരോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ, ഒരു തമാശയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അടുത്തവണ ഇടിച്ചിറക്കരുത് ഞാൻ കയറുമ്പോൾ. സോ അങ്ങനെ നമ്മുടെ ഹീറോ ഒരു അത്യാവശ്യം സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ TV പ്രോഗ്രാമിൽ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ആള് പറയും, എനിക്കൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഞാൻ വിമാനം ഓടിക്കാൻ തുടങ്ങിയാൽ ആൾക്കാർ ഉറങ്ങിപ്പോകും, പിന്നെ ഓരോരുത്തരായിട്ട് തട്ടി എഴുന്നേൽപ്പിക്കണം, തൊട്ടിലേക്ക് കിടക്കുന്ന പോലെയാണെന്നാണ് അവർ പറയാറ്. എനിക്കാണെങ്കിൽ ഇത് പുറത്തു പറയാനേ മടിയാ. ഇങ്ങനെയൊക്കെ വലിയ വർത്താനം പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. ഒരു പൈലറ്റ് ആവണം എന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയും അമ്മയുടെ കഷ്ടപ്പാടും മാറി അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയുമാണ് ഞാനൊരു പൈലറ്റ് ആയത്. ഇങ്ങനെ കുറെ സെന്റിമെന്റും പറഞ്ഞ് ആള് ഭയങ്കര ഷോയാണ്. സീൻ കാണിച്ച് ഇങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ പിടിച്ചു ഫോളോവേഴ്സായിട്ട്. ഇപ്പൊ ഏതോ ഹവായ് ബീച്ചിലാന്ന് തോന്നുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന പയ്യന് തന്റെ വീഡിയോ വീണ്ടും വീണ്ടും ഇട്ട് കാണിച്ച് സ്വയം അഭിമാനിച്ചുകൊണ്ടിരിക്കുക. റെസ്റ്റ് എല്ലാം കഴിഞ്ഞു, ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഫ്ലൈറ്റ് എടുത്തു, ചാവിയിട്ട് മുറുക്കി വണ്ടി സ്റ്റാർട്ടായി. സൗത്ത് കൊറിയയിലേക്ക്, ജന്മനാട്ടിലേക്ക് തിരിച്ചു പോവാണ്. യാത്രക്കാരെ അഭിസംബോധന ചെയ്തിട്ട് ചെറിയ തമാശയൊക്കെ പറയുന്നുണ്ട് ആള്. എല്ലാവരും ചിരിക്കും. സീനിയർ പൈലറ്റ് ആയതുകൊണ്ട് ഭയങ്കര അഹങ്കാരിയാ. ജൂനിയർമാരെ ഒന്നും വകവയ്ക്കില്ല. അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ കൊഞ്ഞനം കുത്തി കാണിക്കും. ആൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സും ഉണ്ട്. അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി ഇവരെ വിമാന കമ്പനിയുടെ ഒരു പാർട്ടി നടക്കുകയാണ്. പാർട്ടിയിൽ അണ്ണൻ ചെറിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു എയർ ഹോസ്റ്റസ്, സാറേ നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കും. സാറും പിന്നെന്താ എടുക്കാലോ എന്നൊക്കെ പറഞ്ഞ് പോസ് കാണിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് സ്ക്രീനിൽ നോക്കുമ്പോഴാണ് പിങ്കി പിങ്കി പോങ്കി എന്ന് പറഞ്ഞാൽ ചുണ്ടൊക്കെ ചുമന്ന് കണ്ണൊക്കെ തിളങ്ങി നിൽക്കുന്നു. ഇതിലേതാ പെണ്ണെന്ന് മനസ്സിലാവണില്ല. അത് കഴിയുമ്പോൾ മറ്റൊരു പൈലറ്റ് വരുന്നുണ്ട്. പുള്ളി വേറെ കമ്പനിയിൽ നിന്നും ഈ കമ്പനിയിലേക്ക് വന്ന ഒരു പുതിയ പൈലറ്റാ. പുള്ളിക്കാരൻ ഇപ്പോഴും കോ പൈലറ്റാ, സീനിയർ പൈലറ്റ് ആയിട്ടില്ല, ഓണായിട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ടില്ല. എനിക്കും അങ്ങനെ ഓടിക്കാൻ ഒരു അവസരം തരൂ എന്നാണ് പുള്ളി ഹീറോനോട് വന്ന് ചോദിക്കുന്നത്. ഹീറോ പറയും, കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചിട്ടൊന്നും കാര്യമില്ല, നീ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് ഓണായിട്ടൊരു വണ്ടി തരും, കീട്ട് മുറുക്കുക, ആക്സിലേറ്റർ ചവിട്ടുക, ഇടയ്ക്കൊന്ന് ഗിയറും മാറ്റി കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ് ഫ്ലൈറ്റ് ഓടിക്കൽ. ഇങ്ങനെ ജൂനിയർക്ക് അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മൊബൈലിലേക്ക് ഒരേ സമയത്ത് ഒരു വോയിസ് നോട്ടിന്റെ മെസ്സേജ് വരുന്നു. ആ വോയിസ് നോട്ടിൽ എന്താണെന്ന് വെച്ചാൽ, കുറച്ചു നാൾ മുന്നേ ഹീറോ ഇപ്പൊ വർക്ക് ചെയ്യുന്ന കൊറിയൻ എയർലൈൻസിന്റെ MD പുള്ളിക്കാരൻ മുന്നത്തെ ഒരു പാർട്ടിയിൽ വെച്ച് നല്ല ഫിറ്റായ സമയത്ത് എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന ലേഡി സ്റ്റാഫുകളെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞു. ചന്തമുള്ള പെണ്ണുങ്ങളെ വെച്ചാലേ ഇവിടെ കച്ചവടം നടക്കുള്ളൂ, എന്നാലേ ആൾക്കാർ വരുള്ളൂ. അതെ, ഞാൻ ഭംഗിയുള്ള പെണ്ണുങ്ങളെയാണ് പിക്ക് ചെയ്യുന്നത്. പക്ഷെ പൈലറ്റുമാര് പല കോലത്തിലായിരിക്കും, എന്നാൽ ക്യാബിൻ ക്രൂ ഭംഗിയുള്ള പെണ്ണുങ്ങളെ തന്നെയാണ് എല്ലാവരും കാഴ്ച വസ്തുവായിട്ട് വെക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇയാളിങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ച് തന്റെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ മോശം അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഹീറോയും കൂടെ ചേർന്ന്, അതെ നമ്മുടെ സ്റ്റാഫ് എല്ലാം സുന്ദരിമാരല്ലാത്ത പെണ്ണുങ്ങളെയൊന്നും നമ്മൾ വെച്ചിട്ടില്ല, അങ്ങനെയൊന്നും വെച്ചിട്ട് ഉപയോഗമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ബോഡി ഷേമിങ് നടത്തുക. ആള് നല്ല ഫിറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്. അതവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് എന്തോ പോലെ ഒരു അണ്ണീസി ഫീൽ ചെയ്യും. അതിലെ ഏതോ ഒരു ചാരനാണ് അന്ന് ഹീറോയും അവന്റെ MDയും സംസാരിക്കുന്ന സംഭവങ്ങളെല്ലാം, ഡയലോഗ്സ് എല്ലാം റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ പബ്ലിക് ആക്കിയിരിക്കുന്നു. ആ വോയിസ് ഇപ്പോൾ വൈറലായി. ഇവർ എയർലൈൻസ് കമ്പനിക്കെതിരെ കേസായി. സ്ത്രീത്വത്തെ അഭിമാനിച്ചു, മൂദേവി എന്ന് വിളിച്ചു, അങ്ങനെ എന്തൊക്കെയൊക്കെയോ പുകിലായി. അത് പിറ്റേ ദിവസത്തെ ഹോട്ട് ന്യൂസ് ആണ്. ഒപ്പം ഹീറോയെ എയർലൈൻസ് കമ്പനി പുറത്താക്കുകയും ചെയ്തു. ഇനിയും ഹീറോയെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അത് അവരുടെ കമ്പനിക്ക് ബാധിപ്പാണ്, അതുകൊണ്ട് പുറത്താക്കി. അതേപോലെ ഇപ്പൊ ഏതു നേരവും വെള്ളത്തിലാണ്. പുള്ളിക്കെതിരെ കേസ്. പുള്ളി ഏതോ നാട്ടിലേക്ക് ഓടിപ്പോയി. ഇപ്പൊ ഹീറോ പണിയും തുണി ഇല്ലാതെ വീട്ടില് ടെൻഷൻ അടിച്ചിരിക്കുക. ഭാര്യ ചീത്തയൊന്നും പറയുന്നില്ല, എന്നാലും ഹീറോയുടെ ഫ്രസ്ട്രേഷൻ ഭാര്യ എന്തൊക്കെയോ ചീത്ത പറഞ്ഞ് ഹീറോ തീർക്കുക. ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്. ഭാര്യയുടെ മുഖത്തൊരു വിഷാദം. പുള്ളിക്കാരി മകനെ സ്കൂളിൽ വിടാൻ പോവുമായിരിക്കും. തിരിച്ചു വരുമ്പം 1/2 ലിറ്റർ
ലിറ്റർ പാല് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട് ഹീറോ. അത് കഴിഞ്ഞ് രാവും പകലും ആ നാട്ടിലുള്ള എല്ലാ വിമാന കമ്പനികൾക്കും ജോബ് ഇന്റർവ്യൂവിന് അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ ആരും വിളിക്കുന്നില്ല. എല്ലാവരും അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നു. എന്താണ് കാരണം എന്നറിയാൻ തന്റെ ഒരു കൂട്ടുകാരനെ വിളിക്കുമ്പോൾ ഹീറോയുടെ പേര് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും തന്നെ ഇനി ജോലിക്കെടുക്കാൻ സാധ്യതയില്ല. അവരുടെ കമ്പനിക്ക് മാനക്കേടല്ലേ. ഈ തൊല്ലയ്ക്ക് പുറമെ സമാധാനത്തിൽ കാറ്റുകൊള്ളാൻ വേണ്ടി ഭാര്യയോടൊപ്പം ബീച്ചിൽ പോയിരിക്കുമ്പോൾ ഭാര്യ പറയും, എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ കുറെ കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ തീരുമാനിച്ചു. എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം. ഞാൻ എന്നൊരു വ്യക്തി ഉണ്ടെന്ന് പോലും നിങ്ങൾ മറന്നുപോയി. എന്റെ ഒരു കാര്യം നോക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എന്തിനു ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കണം? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവള് കാറിൽ നിന്ന് ഇറങ്ങും. അപ്പൊ ഹീറോ തൊട്ട് മുന്നിലാണ് കടല്. ഞാൻ ചാടി ചാവൂന്നൊക്കെ പറയുന്നുണ്ട്. ചാടുകയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ചാടിക്കോ, എനിക്ക് ഈ കാറിന്റെ ലോൺ തീർക്കാനുണ്ട്, ഞാൻ വീട്ടിൽ പോവാണെന്നും പറഞ്ഞ് അവൾ കാർ എടുത്തോണ്ട് പോകും. ഇനി തിരിച്ച് വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഹീറോയ്ക്ക് പോകാൻ ഇനി വേറൊരിടവുമില്ല. തന്റെ അമ്മ വീടേ ഉള്ളൂ ബാക്കി. അടുത്ത സീനില് ഏതോ ഒരു സുന്ദരി പെണ്ണ് യൂട്യൂബില് വീഡിയോ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ട്യൂട്ടോറിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെട്ടിമുറിച്ച തല മാത്രം എയറിൽ കൂടെ പറന്നു വരുന്നുണ്ട്. നോക്കുമ്പോൾ ഗ്രീൻ സ്ക്രീനിൽ ഇയാള് പച്ച ജാക്കറ്റ് ഇട്ടുകൊണ്ട് തല മാത്രമായിരുന്നു കണ്ടത്. ഇത് ഹീറോയുടെ അനിയത്തിയാ. അനിയത്തി ഇങ്ങനെ ട്യൂട്ടോറിയലൊക്കെ ചെയ്ത് കാണിച്ച് ഇടയ്ക്ക് പഠിക്കാനും പോയി. അങ്ങനെ ഉരുട്ടിയും പിരട്ടിയും ജീവിച്ചുകൊണ്ടിരിക്കുക. ഹീറോ ബാഗുമായിട്ട് വന്നത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി, നിന്നെ ചേട്ടത്തി ഡിവോഴ്സ് ആക്കിയില്ലേ, ഇനി നീ ഈ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. എനിക്കും അമ്മയ്ക്കും നിന്നെ വേണ്ടെങ്കിലോ, നീ വീണ്ടും ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് കേട്ട് ചേട്ടൻ പറയും, ഞാൻ നിന്റെ പഠനത്തിന് എത്ര പണം തന്നിട്ടുണ്ട്, നീ ടൂറ് പോകാൻ വരെ ഞാനല്ലേ നിന്നെ സഹായിച്ച്. എന്നിട്ടൊരു ചേട്ടനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഒരു മനുഷ്യന്റെ അവസ്ഥ മോശമാകുമ്പോൾ വീണ്ടും വീണ്ടും കുത്തരുത്. എന്റെ മുറി ഇവിടെ പൂട്ടിയല്ലേ കിടക്കുന്നു, ആരും ഉപയോഗിക്കുന്നില്ലല്ലോ, ഞാൻ അവിടെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോ തന്റെ മുറിയിൽ കല്യാണം കഴിയാത്തതിന് മുന്നേ താൻ താമസിച്ചിരുന്ന മുറിയിൽ ചെന്ന് കിടക്കും. പിറ്റേന്ന് കുളിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പം അനിയത്തി വിളിക്കുന്നുണ്ട്, ചേട്ടാ ഇത് വന്നേ, അമ്മയുടെ വീഡിയോ വൈറലാന്ന് പറഞ്ഞിട്ട് 4 അമ്മച്ചിമാര് ബന്ന് തിന്നുന്ന വീഡിയോ കാണിച്ചു കൊടുക്കും. സംഭവം ഹീറോയുടെ മമ്മിയും 4 അമ്മച്ചിമാരും മൊത്തം ടൂർ കളിയാ. അവര് നാടെല്ലാം ടൂർ അടിക്കുന്നുണ്ട്, ഒപ്പം വീഡിയോയും ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ മില്യൺ വ്യൂസ് ആൾക്കാരും കാണുന്നു. അനിയത്തിക്കാണെങ്കിൽ 150 പേർക്ക് മുകളിൽ ആരും കാണുന്നില്ല. അതിൽ അവൾക്ക് അസൂയ. അപ്പോഴാണ് തൽക്കാല ടൂറും കഴിഞ്ഞ അമ്മച്ചി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്, എനിക്ക് ഈ വീടൊന്നും ക്ലീൻ ആക്കാൻ പറ്റില്ല, എനിക്ക് അടുത്ത ടൂർ ഉണ്ടെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് അമ്മ. അപ്പൊ ഹീറോ വിഷമത്തോടെ പറയും, അമ്മ ഞാൻ ഡിവോഴ്സ് ആവാൻ പോവാ, ഇനി എനിക്ക് ആരുമില്ല, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. അമ്മ പറയും, നീ ഡിവോഴ്സ് ആവുക, വേറെ കല്യാണം കഴിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എന്നോടൊന്നും പറയണ്ട, എനിക്ക് അടുത്ത ടൂറിനുള്ള ഒരുക്കങ്ങളുണ്ട്, ഞാൻ അതിന്റെ തിരക്കില്ല, ദയവേത് എന്നെ ശല്യപ്പെടുത്തല്ലേ എന്നും പറഞ്ഞ് അമ്മയുടെ മുറി പോകും. പുള്ളിക്കാരി ഒരു വേറെ വൈബാ. ഈ പിള്ളേര് കാണിക്കുന്ന അത്തള പിത്തള പരിപാടിക്കൊന്നും തല വെച്ച് കൊടുക്കുന്നില്ല, ടെൻഷൻ അടിക്കുന്നില്ല. ഞാൻ എൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു, ഐ ആം ഹാപ്പി വിത്ത് മൈസെൽഫ്, എന്നെ ശല്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടാണ് മമ്മി. അത് കഴിയുമ്പോൾ ഹീറോ അടുത്തൊരു എയർലൈൻസിലേക്ക് നേരിട്ട് തന്നെ ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. അത് ഹാൻ എയർ ആണ്. ഇതിനു മുന്നേ ഹീറോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊറിയൻ എയർലൈനിലായിരുന്നു. ഇത് ഹാൻ എയർലൈനാണ്. അവിടുത്തെ MDയുടെ സിസ്റ്ററാണ് ഇതിന്റെ MD. പക്ഷെ രണ്ടുപേർക്കും പരസ്പരം എതിർപ്പാണ്. ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂവിന് ഒരു 5 പേര് വന്നിട്ടുണ്ട്. അതിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളോടാണ് ഇവര് ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അവൾ ചടുലമായി മറുപടി പറയുന്നു. കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പ്രഗ്നന്റ് ആവാനും താല്പര്യമില്ല, എനിക്ക് എൻ്റെ ഗോളാണ് മുഖ്യം, ഞാൻ പുരുഷന്മാരെ അധികം അടുപ്പിക്കാറില്ല. ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താ? സ്ത്രീയാണ് ശക്തി, ഈ ലോകത്തിന്റെ മധ്യബിന്ദു സ്ത്രീയുടെ കൈകളിലാണ്. ഇങ്ങനെ ഭയങ്കരമായി സ്ത്രീയെപ്പറ്റി ഉജ്ജ്വല ജലജിതയായിട്ട് അവൾ പറയുമ്പോൾ MDക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി. യു ആർ അപ്പോയിന്റഡ്. MD അവളെ ജോലിക്കെടുത്തു. ഇനി അടുത്തത് അണ്ണൻ, നമ്മുടെ അണ്ണൻ. ഹീറോ എയർഫോഴ്സ് അക്കാഡമിയിലാണ് പഠിച്ചത്. ഓ, പഠിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ കൊറിയൻ എയർലൈനിലാണെന്ന് ഹീറോ പറയും. ആ പേര് കേട്ടപ്പോഴേ ഹീറോയുടെ ഫയല് തന്നെ മാറ്റിവെച്ചു. അവർക്ക് കൊറിയൻ എയർലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ വെറുപ്പാ. അതിൻ്റെ കൂടെ ഹീറോയെ അവിടെ നിന്ന് പുറത്താക്കിയതാണെന്ന് അവർക്ക് മനസ്സിലായി. എന്തിനാ ഹീറോയെ എടുത്തിട്ട് തൻ്റെ കമ്പനിക്ക് ഒരു പേര് ദോഷം? അതുകൊണ്ട് അവർ ഹീറോയെ എടുക്കില്ല, റിജക്റ്റഡ്. അത് കഴിയുമ്പോൾ ഹീറോ നേരത്തെ പാർട്ടിയിൽ വെച്ചൊരു പൈലറ്റിനെ കണ്ടില്ലേ, ആ പൈലറ്റ് ഈ ഹാൻ എയർലൈൻസിലേക്ക് വീണ്ടും വന്നു. ഇപ്പം അമ്മച്ചിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ സീനിയർ പൈലറ്റാണ് അവിടെ. അയാളോട് ഹീറോ ചെന്ന് സംസാരിക്കുമ്പോൾ പുള്ളി പറയും, ഒന്നാമത് കൊറിയൻ എയർലൈൻസ് എന്ന് വരുന്നവരെ ആരും എടുക്കുന്നില്ല, ഭയങ്കര വെറുപ്പാ. അതിൽ MD സഹോദരൻ തന്നെയാണ്, പക്ഷെ രണ്ടുപേരും ഭയങ്കര അടിയാണ്, തമ്മിൽ മത്സരമായിരുന്നു. നിങ്ങൾക്കുണ്ടായ ഒരു നെഗറ്റീവ് ഹാൻ എയറിന് പോസിറ്റീവായി. ഇപ്പം ഈ കമ്പനി പെട്ടെന്ന് വളർന്നു. ഇവിടെ ഒരുപാട് പേരെ ജോലിക്ക് ആവശ്യമുണ്ട്. എന്നാൽ ആ തള്ള പെണ്ണുങ്ങളെ മാത്രമേ എടുക്കുന്നുള്ളൂ. പെണ്ണാണെങ്കിൽ അപ്പോയിന്റ് ചെയ്യും. പൈലറ്റ് ആണായാലെന്താ പെണ്ണായാലെന്താ, ഫ്ലൈറ്റ് വൃത്തിക്ക് ഓടിച്ചാൽ പോരെ, അതിലിങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണോ? നമ്മുടെയൊക്കെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒരാണായിപ്പോയതും ശാപമാണോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ കമന്റ് അടിക്കുന്നുണ്ട്. ഇപ്പൊ ഹാൻ എയറിൽ പെണ്ണുങ്ങളെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതും മനസ്സിലാക്കി ഹീറോ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. പിറ്റേന്ന് കോടതിയിൽ നിന്ന് ഹീറോയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് കിട്ടി. ഡിവോഴ്സ് ആയി. സംഭവം ഡിവോഴ്സ് ആയി കഴിഞ്ഞപ്പം 2 മില്യൺ വോൺ സെറ്റിൽമെന്റ് ആയിട്ട് കൊടുക്കണം. അതേപോലെ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയുള്ള മാസ ചെലവും കൊടുക്കണം. ഹീറോയുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ 10 പൈസ ഇല്ല. നേരത്തെ കിട്ടിയിരുന്ന പണമൊക്കെ അടിച്ചു പൊടിച്ച് മുടിച്ചു. ഇനി പണിക്ക് പോയി
പോയി അധ്വാനിച്ച് വേണം പണം ഉണ്ടാക്കാൻ, മാസം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കും വേണം. തനിക്കറിയാവുന്ന ഒരേ ഒരു പണി പൈലറ്റ് പണി, അതിനാണെങ്കിൽ ആരും ജോലിക്ക് എടുക്കുന്നുമില്ല. ഇനി എന്താ ചെയ്യാന്നറിയാതെ ആള് വട്ടം തെറ്റി വെള്ളം അടിച്ച് കോണും തെറ്റി വീട്ടിൽ കൂടെ അറഞ്ചം പുറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴാണ് അനിയത്തിക്കുട്ടി അതിഗംഭീര ബ്യൂട്ടീഷ്യനായി ക്യാമറയ്ക്ക് മുന്നിൽ ലൈറ്റൊക്കെ ഓണാക്കി വെച്ച് ഭയങ്കരമായ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കേക്ക്. ഇവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉദിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഐഡിയകൾ. എല്ലാം കുതന്ത്രമാണ്, പക്ഷെ എന്താണെന്ന് അറിയില്ല. ഈ രാത്രി ഉദിച്ച ഐഡിയയിൽ ആള് ആർക്കൊക്കെയോ മെയിൽ അയക്കുന്നു. പിറ്റേന്ന് രാവിലെ പുലർച്ചെ നേരത്തെ കാലത്ത് ഹീറോയുടെ മൊബൈലിലേക്കൊരു കോള് വരുന്നു. അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇന്നലെ നിങ്ങൾ ഹന്നെ എയർലൈൻസിലേക്ക് ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തല്ലേ, ഞങ്ങൾ ഇന്റർവ്യൂവിന് വിളിച്ചതാണ്. ആരാ സംസാരിക്കുന്നത്? ജാൻഹെ എന്ന ലേഡിക്കാണ് ഇന്റർവ്യൂ എന്ന് പറയും. ഉടനെ ഹീറോ, ജാൻഹെ മറ്റാരുമല്ല, അതെന്റെ സിസ്റ്ററാണ്, ഞാൻ ഇപ്പം തന്നെ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞ് ഇവൻ പെങ്ങൾക്ക് ഫോൺ നീട്ടി, എടി നിനക്കാണ് ഫോൺ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ തിരിച്ച് ചെവിയിൽ വെച്ചിട്ട് പറയും, ഹലോ, ഞാൻ ജെന്നിഹയാണ്, പറഞ്ഞോളൂ, ഞാനാണ് ആപ്ലിക്കേഷൻ അയച്ച് എന്ന് ലേഡി സ്വരത്തിൽ പറയും. പെങ്ങള് ഞെട്ടി വായെന്ന് വെള്ളം കുലിക്കാൻ തുടങ്ങി. ഇവൻ അനിയത്തിയുടെ പേര് വെച്ചൊരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അപ്ലൈ ചെയ്തിരിക്കുക. ഇതറിഞ്ഞ് അനിയത്തി പറയും, നീ കാണിക്കുന്ന ഫ്രോഡാ, വെളിച്ചത്തായ നീയും അകത്താവും, സപ്പോർട്ട് ചെയ്തതിന് ഞാനും അകത്താവും, എന്നെ കൊണ്ട് ഇതിന് സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഹീറോ, നീ എൻ്റെ ഒരു അവസ്ഥ നോക്ക്, ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ കയ്യിൽ പണമില്ല, 10 പൈസയില്ല, എനിക്ക് പൈലറ്റ് പണിയല്ലാതെ മറ്റൊരു പണിയും അറിയില്ല, എൻ്റെ പേര് ബ്ലാക്ക് ലിസ്റ്റഡാ, മാത്രമല്ല ആണുങ്ങൾക്ക് ഇപ്പോൾ സ്കോപ്പുമില്ല, എനിക്ക് വേറെ വഴി അറിഞ്ഞില്ല, ഒന്ന് ശ്രമിക്കാൻ വേണ്ടി നിന്റെ പേര് വെച്ച് അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും റിസൾട്ട് കണ്ടോ? എനിക്ക് മാസാമാസം കുഞ്ഞിനുള്ള പണം കൊടുക്കണം, ഡിവോഴ്സിന്റെ സെറ്റിൽമെന്റ് കൊടുക്കണം, എനിക്ക് വേറെ വഴിയില്ല, നീ എന്നെ സഹായിച്ചേ തീരൂ. അതല്ലെങ്കിൽ ഈ വീടിന്റെ ആധാരം നീ കൊണ്ടുപോയി പണയം വെച്ചതാണെന്നും ആ പണം കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതും ഞാൻ അമ്മയോട് പറയേണ്ടി വരും. ഇപ്പൊ നീ അതിന്റെ EMI അടച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ നിന്നെ സഹായിക്കാം. ഈ വീട് ജപ്തി ആവണോ അതോ നിനക്കെന്നെ സഹായിക്കണോ? സോ ഹീറോ സെന്റിമെന്റ്സ് പറഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഒരു ലോക്കും കൂടെ ഇട്ട് കൊടുത്തു അനിയത്തിക്ക്. സോ അവൾക്ക് വേറെ വഴിയില്ല, ഹീറോയെ സഹായിച്ചേ പറ്റുള്ളൂ. അങ്ങനെ അവൾ സഹായിക്കാൻ തീരുമാനിച്ചു. ഹീറോയുടെ രൂപവും ഭാവവും മാറ്റി അവനൊരു പെണ്ണായിട്ട് ഈ ഇന്റർവ്യൂവിന് അയക്കാൻ തീരുമാനിച്ചു. അതിന് ചില അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്. ആദ്യമേ മുഖത്തുള്ള പപ്പും പൂടെ എല്ലാം വടിച്ചു കളയണം. അതെല്ലാം വടിച്ചു കളഞ്ഞ് മേക്കപ്പ് ഒക്കെ ചെയ്തു. ഇനി ശരീരപ്രകൃതി ഒരു പെണ്ണിനെ പോലെ ആക്കണമല്ലോ. ഒരു ബ്രായ ഇട്ട് കൊടുത്ത് ബോഡി ഫ്ലെക്സിബിൾ ആക്കാൻ നോക്കുകയാണ്. കുറേ വിജയിച്ചില്ല, എന്നാലും ഒരളവിന്. പിന്നെ നെഞ്ച് തള്ളി നിൽക്കാൻ വേണ്ടി 2 ഇംപ്ലാന്റും എവിടുന്ന് വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഷെയ്പ്പായി. പക്ഷെ ഇപ്പോൾ കക്ഷത്തിൽ കുറേ കുറ്റിക്കാടുകളുണ്ട്, വനാന്തര പ്രദേശങ്ങളും പുൽമേടുകളും. സോ ഈ പുല്ലൊക്കെ പറിച്ചു കളയാൻ വേണ്ടി അവനൊരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടുന്ന് ചെക്കൻ കാറുന്ന ശബ്ദം മാത്രമാണ് അനീതി കേൾക്കുക. അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ വന്ന് ഇവള് കുറച്ച് ടേപ്പ് വാങ്ങിക്കും. ഇത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ കെട്ടിവെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന. സിനിമയിലെ നടീനടന്മാരൊക്കെ ഇതാണ് ചെയ്യുന്നത്. നിനക്കാവുമ്പോൾ ചെറിയ ടേപ്പ് മതി, അധികം ആവശ്യമൊന്നും വരില്ല എന്ന് പറയും. അവനാണെങ്കിൽ അവിടെയുള്ള എല്ലാ ടേപ്പും എടുത്തിട്ട് ഇതൊന്നും പറ്റില്ല, മുഴുവനും വേണമെന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. കൂടുതൽ വിവരിക്കുന്നില്ല, ഇതൊരു കുടുംബ ചാനലായതുകൊണ്ട് ഇപ്പം ഇങ്ങനെ അങ്ങ് പോവാം. അങ്ങനെ എല്ലാം കെട്ടി മുറുക്കി വെച്ച് അവസാനം വിഗ്ഗും വെച്ച് പെണ്ണിനെ നോക്കി അനിയത്തി എന്നെ ഞെട്ടിപ്പോ. എൻ്റെ പൊന്നെ, സുന്ദരി കില്ലാടി മണിയായിട്ടുണ്ട്. ഇപ്പൊ പുറകിൽ നിന്ന് നടത്തം മാത്രമേ കാണിക്കുന്നുള്ളൂ, പെണ്ണിന്റെ സൗന്ദര്യം കാണിക്കുന്നില്ല. ഒരു പെണ്ണിനെ പോലെ ആവുന്നുണ്ടോ, നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പൊ ഒരു ട്രയൽ റണ്ണാണ്. അങ്ങനെ നമ്മുടെ ചന്തക്കാരി നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു ജിമ്മൻ, ചേച്ചി ഞങ്ങളുടെ പുതിയ ജിം ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങളെപ്പോലുള്ള സുന്ദരി പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ 50% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, ഉറപ്പായിട്ടും വന്ന് ചേരണം എന്ന് പറഞ്ഞിട്ട് ഹീറോയെ തടഞ്ഞു നിർത്തും. ചേച്ചിക്ക് നല്ല ഫിഗറാ, ഷോൾഡർ മാത്രം കുറച്ച് കയറിയിരിപ്പുണ്ട്, അത് വർക്കൗട്ട് ചെയ്താൽ ശരിയാവും, ഞങ്ങൾ ശരിയാക്കി തരാം, ഒന്നുകൂടെ സൗന്ദര്യം കൂട്ടണ്ടേ, ഇത്രയും ഭംഗിയുള്ള പെണ്ണ് ഈ നാട്ടിൽ തന്നെ ഇല്ല, ഒന്നുകൂടെ നമുക്ക് ഭംഗിയാക്കണ്ടേ എന്ന് പറഞ്ഞ് ചിമ്മനങ്ങ് കുഴഞ്ഞു വളഞ്ഞ് ഒഴുക്കുകയാണ്. സോ എന്തൊക്കെ പറഞ്ഞാലും ഹീറോയെ ഒരു പെണ്ണായിട്ട് അവൻ അക്സെപ്റ്റ് ചെയ്തല്ലോ. എല്ലാവരും ലൈൻ വിടുന്നുണ്ട്. അപ്പൊ തന്റെ വേഷം വർക്കൗട്ട് ആയി എന്ന് മനസ്സിലാക്കി പെണ്ണ് സന്തോഷത്തോടെ നോട്ടീസ് എല്ലാം വലിച്ചെറിഞ്ഞ് പിറ്റേ ദിവസം സൂട്ടും ധരിച്ച് ഇന്റർവ്യൂവിന് ചന്തക്കാരിയായിട്ട് വരികയാണ് നമ്മുടെ ഹന്നെ എയർലൈൻസ് ഓഫീസിൽ. അങ്ങനെ ഓഫീസിനകത്ത് വന്ന് ഇന്റർവ്യൂവിന് വന്ന ആൾക്കാരുടെ അടുത്ത് ചെന്നിരിക്കും. താൻ പെണ്ണായ കാര്യം മറന്നിട്ട് കാലും വിരിച്ചു വെച്ചൊരു ഇരുത്തമുണ്ട്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആണും പെണ്ണും എല്ലാവരും ഞെട്ടി നോക്കുക. പെട്ടെന്ന് അവൻ 2 കാലും പൊത്തിവെക്കും. ഭാഗ്യം കേട്ടോ, ഒരു സെക്കൻഡ് ഞാൻ പേടിച്ചു പോയി. അല്ലെങ്കിൽ ഈ ആണുങ്ങൾ കാലും വിരിച്ചു വെച്ചൊരു കൈക്കോട്ട് പോലെ ഇരുത്തമുണ്ട്, പെണ്ണാവുമ്പോൾ ഒതുങ്ങിയിരിക്കണം എന്ന് പറയും. ഇതിൽ ഇത്രയധികം കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. മൈ ഗാഡ്. എന്തായാലും ഹീറോ അലേർട്ടായിരിക്കുമ്പോഴാണ് ആ പഴയ കൂട്ടുകാരൻ വരുന്നത്. അവനെങ്ങാനും തന്റെ മുഖം കണ്ടാൽ മനസ്സിലാക്കുമോ എന്ന് പേടിച്ചിട്ട് ഇവള് തലയും കുനിഞ്ഞ് സോഫയുടെ ഇടയിൽ കൂടെ കാലും വിരിച്ച് നടന്ന് മെല്ലെ എസ്കേപ്പ് ആവുക, അവന്റെ കണ്ണിൽ പെടാതെ. അവന് മനസ്സിലായിട്ടൊന്നുമില്ല. പുതിയൊരു ചന്തക്കാരിനെ കണ്ടപ്പം വാ വിളിച്ച് നോക്കി നിൽക്കാന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെയോ കള്ള സർട്ടിഫിക്കറ്റും വെച്ച് ഇപ്പൊ ഇന്റർവ്യൂവിന് എത്തിക്കഴിഞ്ഞു.
നിങ്ങൾ ഇതിനു മുന്നേ എവിടെയാണ് ജോലി ചെയ്തതെന്ന് അവർ ഹീറോയോട് ചോദിക്കും. ഹീറോ പറയും സൗത്ത് ആഫ്രിക്കയിലാണെന്ന്. അവിടുത്തെ ഏതോ ഇല്ലാത്തൊരു എയർലൈൻസ് കമ്പനിയുടെ പേരും പറയുന്നുണ്ട്. ടീൻ ലേഡി സംശയപ്പെട്ട് ആ എയർലൈൻസ് കമ്പനിയെ കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയും. ചെക്ക് ചെയ്ത് കഴിഞ്ഞ പണി കിട്ടിയില്ലേ, ഉടനെ പെണ്ണ് ചാടി എഴുന്നേറ്റ് സൗത്ത് ആഫ്രിക്കക്കാർ കളിക്കുന്ന ഡാൻസ് കളിക്കുന്ന പോലെ പഴയൊരു ട്രൈബൽ ഡാൻസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഡീൻ ഞെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ ശരിക്കും സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത്? നമ്മുടെ ആൾ ഏതോ ഒരു സൗത്ത് ആഫ്രിക്കൻ പ്രഡ്ജും പറഞ്ഞിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ താല്പര്യമില്ല, പുരുഷന്മാരോട് വെറുപ്പാണ്, സ്ത്രീയാണ് ഈ ലോകത്തിന്റെ ബിന്ദു, ഞാൻ സ്വയം അധ്വാനിച്ച് ഒരു ഇൻഡിപെൻഡന്റ് സ്ട്രോങ് പൈലറ്റായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞ് നേരത്തെ ആ സുന്ദരി പെണ്ണ് എന്താണോ പറഞ്ഞ് അതേ ടൈപ്പിൽ ഒരു കാച്ചങ്ങ് കാച്ചു. അതിൽ ഡീൻ വീണു. പിന്നീട് കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. ഹീറോയ്ക്ക് അപ്പോയിൻമെന്റ് ആയി. ഇനി മെഡിക്കൽ ടെസ്റ്റ്. അതിന് അനിയത്തിയെ കൊണ്ടുപോയി അവളെ ടെസ്റ്റ് ചെയ്യിപ്പിച്ച് റിസൾട്ടും കൊണ്ട് ഇവൻ ആ എയർലൈൻസിൽ കൊടുത്ത് ഇവന്റെ ജോലി ഉറപ്പാക്കി. അണ്ണൻ സ്റ്റൈലായിട്ട് പോവാണ്. പിറ്റേന്ന് ലേഡിയെ പോലെ വീണ്ടും മേക്കപ്പ് ഒക്കെ ചെയ്ത് ചന്തക്കാരിയായിട്ട് വിമാനം പറത്താൻ പോവാണക്ക. അങ്ങനെ പുതിയൊരു ഫ്ലൈറ്റിൽ കോ പൈലറ്റായിട്ട് ജോലി കയറി. വളരെ സമാധാനമായി, ആർക്കും സംശയമില്ലാതെ ജോലി ചെയ്യുന്നു. അന്ന് വൈകിട്ട് ക്യാബിൻ ക്രൂ ആൾക്കാരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരിക്കും. ഇവരെ ഹന്ന എയർലൈൻസിന്റെ ആൾക്കാർ. അങ്ങോട്ട് ഹീറോ ചെല്ലുമ്പോൾ നേരത്തെ ആ കൂട്ടുകാരനല്ലേ, പുള്ളിക്കാരൻ പുതിയ പെണ്ണിനെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ട് അവരെ ടേബിളിലേക്ക് വിളിച്ചു വരുത്തും. ഹീറോ തലയും കുനിച്ച് ഒന്നും അറിയാത്ത പോലെ ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സീനിയർ സ്റ്റാഫ് പുള്ളിക്കാരൻ എല്ലാവർക്കും ചേസ് കൊടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് പുതിയ അപ്പോയിൻമെന്റ് അല്ലേ, ഒരു പുതിയ യൂണിഫോം തയ്യാറാക്കണം, ആൾ കാണാൻ സുന്ദരിയാവട്ടെ എന്ന് പറയും. അപ്പോൾ ആ കൂട്ടുകാരൻ സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയല്ലേ എന്ന് പറയുന്നുണ്ട്. സീനിയർ ക്യാപ്റ്റൻ അല്ലെങ്കിലും ഒരു പെണ്ണ് സുന്ദരിയാണെന്ന് പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. ആൾക്കാർക്ക് പരസ്പരം കോംപ്ലിമെന്റ് പോലും കൊടുക്കാൻ പറ്റില്ല. ആ കൊറിയൻ എയർലൈൻസിൽ ഒരു പൈലറ്റ് പെണ്ണുങ്ങളെക്കുറിച്ച് സാധാരണമായിട്ട് എന്തോ ഒരു കമന്റ് പറഞ്ഞേ ഉള്ളൂ, അയാളുടെ ജോലി പോയില്ലേ. സീനിയർ ക്യാപ്റ്റൻ പറയും സിയോൾക്കി സുന്ദരിയാണ്, അതായത് ഹീറോടൊപ്പം ഇരിക്കുന്ന ആ നേരത്തെ ജോലി കിട്ടിയ പെണ്ണ്. പക്ഷെ ആ കോംപ്ലിമെന്റ് പോലും ഞാൻ അവൾക്ക് കൊടുത്താൽ എനിക്കെതിരെ കേസ് എടുക്കാൻ പറ്റും. ഇതെന്തൊരവസ്ഥയാണത്. ഇങ്ങനെ ആ ക്യാപ്റ്റൻ പറയുമ്പോൾ നമ്മുടെ സിയോൾക്കി സാറ് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അന്ന് അയാൾ സംസാരിച്ചത് കോംപ്ലിമെന്റ് അല്ല, അയാളുടെ ജോലി പോയതുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല. അയാൾ മോശം പറഞ്ഞു, അയാൾക്ക് കിട്ടേണ്ടത് കിട്ടി, അതിൽ പാർക്കാ സങ്കടം. പിന്നെ എന്നെ മറ്റാരും കോംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് മാത്രം സാർക്കൊരു ഉപകാരം ഞാൻ ചെയ്തു തന്നിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എന്റെ കാര്യം വിട്ടേക്ക് എന്ന് പറയും സിയോൾക്കി. അവളിങ്ങനെ മുഖത്തടിച്ചതുപോലെ സംസാരിച്ചതുകൊണ്ട് പെട്ടെന്ന് സീനിയർ ക്യാപ്റ്റൻ ആകെ അപ്സെറ്റ് ആവും. എല്ലാവരും സൈലൻസ്. സീൻ ഇത്തിരി അൺകംഫർട്ടബിൾ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ഹീറോ ചാടി എഴുന്നേറ്റ് ഞങ്ങൾ പന്നികളാണ്, ഞങ്ങൾ പന്നികളാണ് എന്ന് പറഞ്ഞൊരു കൊറിയൻ പാട്ടുണ്ട്. അത് പാടാൻ തുടങ്ങും. അവിടുത്തെ പ്രശസ്തമായ പാട്ടാന്ന് തോന്നുന്നു. ഹീറോ പാടുന്നതിനൊപ്പം തന്നെ ബാക്കിയുള്ളവരും എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിച്ച് പാടുന്നു. അങ്ങനെ പാടി ക്ലൈമാക്സ് എത്തി. ഹീറോ ഒരു സെക്കൻഡ് പെണ്ണാന്നുള്ളത് മറന്നിട്ട് ചേറി കയറിയിരുന്ന് ഒച്ച വയ്ക്കാൻ തുടങ്ങും. പക്ഷെ ഇത് കണ്ട ആ കൂട്ടുകാരൻ ഇംപ്രസ്സായി. എന്തൊരു പെണ്ണാടോ, അവന് പെണ്ണിനെ കൂടുതൽ ഇഷ്ടമായി. കെട്ടിയ ഇവളെ തന്നെ കെട്ടണം, വലിച്ചു മുറുക്കി വടം കയറിട്ട് കെട്ടണം. അമ്മേ, ഇനി എനിക്കെതിരെ കേസാവോ? ഞാൻ പറഞ്ഞില്ല. ഹീറോ സിയോൾക്കീനെ ആ ഒരു മോശം മൂവ്മെന്റ് ഇന്ന് രക്ഷപ്പെടുത്താണ് ചെയ്തത്. അതുകൊണ്ട് ഈ പാർട്ടി കഴിയുമ്പോൾ ഹീറോയെ ബാത്റൂമിൽ വെച്ച് കണ്ടിട്ട് സിയോൾക്കി പറയും, ഇന്ന് താൻ തിരിച്ചു പോകുമ്പോൾ തനിച്ചു പോകണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാന്ന് പറയും. അങ്ങനെ ഇവര് രണ്ടുപേരും ഒരു ക്യാബ് എടുത്ത് അവരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഹീറോ കാറ്റ് കൊള്ളാൻ വേണ്ടി തല പുറത്തേക്കിടുമ്പോൾ വിഗ് പറന്നു പോകുന്ന ലക്ഷണമുണ്ട്. അതുകൊണ്ട് ഗ്ലാസ് കയറ്റി മിണ്ടാതെ നല്ല പിള്ളയായിട്ട് അകത്ത് ഒതുങ്ങിയിരിക്കുക. അപ്പോൾ സിയോൾക്കി പറയും, നീ പെട്ടെന്ന് പാട്ട് പാടിയത് എന്നെ രക്ഷപ്പെടുത്താനാണെന്ന് എനിക്ക് മനസ്സിലായി, എന്തിനാ അങ്ങനെ ചെയ്ത്? അപ്പോൾ ഹീറോ, നമ്മുടെ ജോലിക്കിടയിൽ പലതരം ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ജോലിയിൽ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ആൾക്കാർക്കനുസരിച്ച് പെരുമാറണം. ഞാനത് എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചതാണ്. ഹീറോയിൻ പറയും, ചില കാര്യങ്ങൾ ഞാനും പഠിക്കാനുണ്ട്. എന്തായാലും എന്നെ രക്ഷപ്പെടുത്തിയതിന് നന്ദി. നിങ്ങളെ നമ്പർ തരുമോ? എനിക്ക് നിങ്ങളെ കൂടെ ഫ്രണ്ട് ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് കേട്ട ഹീറോ പെട്ടെന്ന് പുരുഷ സ്വരത്തിൽ ഞാനും അത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും. പെട്ടെന്ന് സിയോൾക്കി ഞെട്ടിപ്പോവും. ഉടനെ അവൻ ചിരിച്ചിട്ട്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മിമിക്രി ഒക്കെ ചെയ്യാറുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇവളെ മൊബൈൽ വാങ്ങിച്ച് അവൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ശബ്ദത്തിൽ മാറി സംസാരിക്കും. അവൾക്ക് സംശയമൊന്നും തോന്നിയില്ല, തമാശയാണെന്ന് വിചാരിച്ച് അവളും വിട്ടു. പിറ്റേന്ന് ഇവരെ ക്യാബിൻ ക്രൂ ഒക്കെ പല ഭാഗത്തേക്ക് പറക്കാനുള്ള ഡിസ്കഷനിലായിരിക്കും. ആ സമയത്ത് ഹീറോയുടെ കാലിലേക്ക് ഈ കൂട്ടുകാരൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, ഒരു സ്ത്രീത്വം ഇല്ലാത്ത പോലെ. ഹീറോ ആണെങ്കിൽ കാല് രണ്ടും കൂട്ടി വെച്ചിട്ട് പിറവിറുക്കുക. വൃത്തിയായിട്ടാണ് നോക്കുന്ന കണ്ടില്ല. ഇവനുമില്ല അമ്മയും പെങ്ങന്മാരും. അത് കഴിയുമ്പോൾ ഇന്ന് ആ കൂട്ടുകാരൻ ഫ്ലൈറ്റ് ഓടിക്കുന്നത് ഹവായിലേക്കാണ്. അതിന് കൂട്ടുകാരൻ്റെ കൂടെ കോ പൈലറ്റായിട്ട് പോകാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഹീറോനെയാണ്. എല്ലാവരും കൈയടിച്ച് വിഷ് ചെയ്യും. അത് കഴിഞ്ഞ് അവർ പുറപ്പെടുന്നു. ഹീറോ സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞിട്ട് സ്വിച്ച് അമർത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ
ആ കൂട്ടുകാരൻ പൈലറ്റിന്റെ പ്രസംഗം. അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ ചെക്കൻ പെണ്ണിനെ ഇംപ്രസ് ചെയ്യണം. അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഹീറോ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഈ സൂക്കേട് പിടിച്ചവൻ അടുപ്പിക്കാൻ പാടില്ല, ഇവൻ എന്തേലും ചെയ്താലോ എന്നുള്ള പേടിയും വേറെ. അങ്ങനെ അന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഹീറോ മോനെ കാണാൻ വരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മോനെ കാണാൻ പറ്റുമല്ലോ. അന്ന് മോനെ കണ്ട് അവനൊരു വിമാന സമ്മാനമായിട്ട് കൊടുക്കാൻ നിൽക്കുമ്പോൾ മോൻ ഇഷ്ടപ്പെടുക ഡാൻസ് കളിക്കുന്ന പാവയാണ്. അവൻ അച്ഛനെ പോലെ പൈലറ്റൊന്നും ആവണ്ട, അമ്മയെ പോലെ ഡാൻസർ ആയാൽ മതി, അതാണ് അവന്റെ ആഗ്രഹം. എന്നാലും അച്ഛൻ കൊടുത്ത സമ്മാനം അവൻ വാങ്ങിക്കും. എന്തായാലും അച്ഛനും അമ്മയും പിരിഞ്ഞതല്ലേ, അതുകൊണ്ട് അച്ഛൻ്റെ ഈ വിമാനം ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം ഓർമ്മയ്ക്കായിട്ട് എന്ന് മോൻ പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോ ഷോക്കാവുന്നുണ്ട്. ഇത്രയും ചെറിയ പയ്യനോട് നമ്മൾ തമ്മിൽ പിരിയുന്ന കാര്യം നീ പറഞ്ഞോ, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? മോനെ തിരിച്ചു കൊണ്ടുവിടാൻ വരുമ്പോൾ ഹീറോ ഭാര്യയോട് ചോദിക്കും. അപ്പൊ ഭാര്യ പറയും, ഇതാണോ ഇപ്പം ഇത്ര വലിയ കാര്യം? നമ്മൾ രണ്ടുപേരും പിരിഞ്ഞാണ് താമസിക്കുന്നത്. അവൻ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാക്കും. അപ്പൊ നേരത്തെ പറയുന്നതല്ലേ നല്ലത്? എന്നെയോ മകനെയോ നിങ്ങൾ നേരാവണ്ണം ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങളെ സ്വന്തം കാര്യം മാത്രം. എന്നിട്ടിപ്പം നമ്മൾ പിരിഞ്ഞ കാര്യമാണോ വലുതായിട്ട് പറയുന്നത്? കഴിഞ്ഞ വർഷം എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. എനിക്ക് ഓയിലി ഫുഡ് കഴിക്കാൻ പറ്റില്ല, അലർജി ഉണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്, മറ്റുള്ളവരുടെ വിഷയം നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനിയും നോക്കണ്ട, ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കേണ്ടെന്നും പറഞ്ഞ് ഭാര്യ ഹീറോയോട് പോകാൻ പറയും. ഹീറോ വിഷമത്തോടെ തിരിച്ചു വരുന്നു. പിറ്റേന്ന് ജോലിക്ക് പോകുന്നതിന് മുന്നേ പഴയ ഭാര്യ ഇങ്ങനെ ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ട് ആള് വിഷമത്തിലായിരിക്കും. അപ്പോഴാണ് സിയോങ്കി വരുന്നത്. ഹീറോ അപ്സെറ്റ് ആയിരിക്കുന്നത് കണ്ടിട്ട്, എനിക്ക് നോഫ, നമുക്കിന്ന് ഔട്ടിംഗ് ഒക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയാലോ? ഞാനൊരു കൂട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, മറുത്തൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് സിയോങ്കി ഹീറോനെ വിളിച്ചുകൊണ്ട് പോയി കുറെ ഷോപ്പിംഗ് ഒക്കെ നടത്തും. അവന് പ്രത്യേക വസ്ത്രമൊക്കെ കൊടുത്തിട്ട് ധരിച്ചു നോക്കാൻ പറയുന്നുണ്ട്. ഒരു പെണ്ണിനെ പോലെ ആ വസ്ത്രമൊക്കെ ധരിച്ച് വേറെയും കുറെ വസ്ത്രങ്ങളൊക്കെ വാങ്ങി അന്ന് മുഴുവൻ ഷോപ്പിംഗ് ആയിരിക്കും. സിയോങ്കിയുടെ കമ്പനി ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അന്നൊരു പബ്ബിൽ ഇവർ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല അടിച്ചു പൂസായിട്ട് പബ്ബിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് സിയോങ്കിക്ക് ബാത്റൂമിലേക്ക് പോകണമെന്ന് പറയാം. അപ്പൊ പബ്ബിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു ചെറുക്കൻ ഹീറോന് ഇഷ്ടമായി. ഹീറോ തുള്ളുന്ന കണ്ട്, നിങ്ങളുടെ തുള്ളാട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു, വായോ നമുക്ക് ഒരുമിച്ചിട്ട് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് അവൻ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ, നീ വിചാരിക്കുന്ന ആളല്ലടാ ഞാൻ, എന്നെ ശരിക്കും കണ്ടാൽ നീ വേദനിച്ചു പോകും, വേറെ നല്ല ഒറിജിനൽ പെമ്പിള്ളേരുണ്ടോ നോക്ക്, ഈ തുണിയൊക്കെ ഇട്ടിട്ട് എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല, അതിന്റെ ഇടയ്ക്ക് വന്ന് ചൊറിയാതെ പൊക്കോന്ന് പറഞ്ഞ് അവനെ മിരട്ടി ഓടിച്ചിട്ട് സിയോങ്കിനെയും വിളിച്ച് ഇവര് പബ്ബിൽ നിന്ന് ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് ചെറിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും പൊടിക്കനെ മീശ മുളച്ചു തുടങ്ങി. രാത്രിയായില്ലേ. സിയോങ്കിയും ഫിറ്റായതുകൊണ്ട് അവൾ അതിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ഹീറോ ആണെങ്കിൽ അവൻ്റെ പഴയ കഥകൾ, പൈലറ്റ് ആവാൻ കഷ്ടപ്പെട്ട കഥകളും അമ്മയുടെ അധ്വാനവും അച്ഛൻ്റെ മരണമൊക്കെ പറഞ്ഞിട്ട് കരയ സിയോങ്കി സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് രണ്ടുപേരും. പോകുന്ന വഴിയെ നടപ്പാതയിൽ കൂടെ ഒരു പെണ്ണ് ഇലക്ട്രിക് സൈക്കിളുമായിട്ട് വരുമ്പോൾ ഹീറോ പേടിച്ച് സിയോങ്കിനെ കെട്ടിപ്പിടിക്കും. ഒരു സെക്കൻഡ് അവളെ മുറുകെ കെട്ടിപ്പിടിക്കുമ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ ടേപ്പുകൾ വലിഞ്ഞ് പൊട്ടുന്ന ശബ്ദം കേൾക്കാം.